മറ്റൊരു വാർത്ത, താൻ പാർട്ടി വിട്ടിട്ടില്ലെന്നും അംഗത്വം പുതുക്കിയില്ല എന്ന് മാത്രമേ ഉള്ളുമെന്നോ എന്നുമുള്ള സുധാകരന്റെ പ്രസ്താവന ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമാവുകയാണ്. ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. താൻ എവിടെയും പോയിട്ടില്ലെന്നും സ്വതന്ത്രനായി നിൽക്കുകയാണെന്നും EV ശ്രീധരൻ അനുസ്മരണത്തിൽ G സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു. സുധാകരന്റെ വാക്കുകളിലേക്ക്. ഞാൻ ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ചോദിച്ചാണ് ഞാൻ പ്രഖ്യാപിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തളത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണ്, ജനകീയ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന പറഞ്ഞു. ഒരു പാർട്ടിയായിട്ടും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. 6 മാസം മുമ്പേ തുടങ്ങിയതാണ് ചർച്ച എന്നൊക്കെ ബഹുമാനായി പിണറായി സാഹു പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന കള്ളക്കണക്കുകളായിരിക്കില്ല. നേരായ കണക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് ചർച്ച? ഒരു ചർച്ചയുടെയും കാര്യമില്ല. മകനോടും ഭാര്യയോടും അല്ലാതെ ഞാൻ വേറെ ആരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ആലോചിച്ചിട്ടില്ല, അയലത്തുകാരോട് പോലും ആലോചിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, വെറും സ്വതന്ത്രനായാലും. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് പറഞ്ഞല്ലോ അദ്ദേഹം. ഞാൻ പിന്തുണയ്ക്ക് എഴുതി കൊടുത്തില്ല, അവരെന്നെ അടുത്ത് നിർബന്ധിച്ചില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതൊരാശ്വാസമായി. അതിന് കോൺഗ്രസ് വലിയ സഹായം ചെയ്തു. അത് നന്ദിപൂർവ്വം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർക്കറിയാം. ഞാൻ വേറൊരു പാർട്ടിയിലും ചേർത്തുമില്ല. എന്നെ ആരും പുറത്താക്കിയിട്ടില്ല. ഞാൻ രാജിവെച്ചിട്ടുമില്ല. ഇത് വളരെ കൗതുകകരമായ ചില വാക്കുകൾ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അരുൺ, സുധാകരൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ആരും സുധാകരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. താൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ജനകീയ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് മാത്രം. അത് അച്ചടക്ക നടപടിക്ക് അടക്കം പാർട്ടിയിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അതൊന്നും പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിച്ചത് നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം താൻ മറ്റൊരു പാർട്ടിയിലേക്കുമില്ല, സ്വതന്ത്രനായി തുടരും എന്നും പറയുമ്പോൾ സുധാകരൻ്റെ ഇനിയുള്ള നിലപാടുകൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കുമെന്ന് കാണണം. മറ്റു പാർട്ടിയിലേക്കില്ലെന്ന് മാത്രമല്ല, താൻ ഇപ്പോഴും പാർട്ടി അംഗം തന്നെയാണ്. അതായത് അദ്ദേഹം ബ്രാഞ്ച് അംഗമാണ്, CPM-ന്റെ ബ്രാഞ്ച് അംഗമാണ്. ആ സ്ഥാനത്ത് താൻ ഇപ്പോഴും തുടരുന്നു. തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇന്നലെ G സുധാകരൻ നടത്തിയത്. അദ്ദേഹം CPM-നെ തള്ളിപ്പറഞ്ഞ് CPM-നെ വെല്ലുവിളിച്ച് പുറത്തുപോയ നേതാവാണ്. ബ്രാഞ്ച് അംഗം മാത്രമാണെങ്കിൽ അത് CPM സംസ്ഥാന സമിതി അംഗമായിരുന്ന വളരെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അതിനുശേഷം അദ്ദേഹം UDF ഇതിനോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ നിലപാടുമായി അദ്ദേഹം സ്വാഭാവിക കമ്മ്യൂണിസ്റ്റ് എല്ലാവർക്കും പറയാം. പക്ഷേ അതിനൊപ്പം അദ്ദേഹം ചേർന്ന് എല്ലാവർക്കും പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ആർക്കും താൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാം. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചില്ല, അതായത് CPM-ന്റെ അംഗമാണ് എന്ന് പറയുകയാണ് അദ്ദേഹം പറഞ്ഞ ഒരു സാങ്കേതികമായി ശരിയുണ്ട്. ബ്രാഞ്ച് അംഗത്തെ CPM ഈ വിവാദം വന്നിട്ടും പുറത്താക്കിയിരുന്നു. സാധാരണ പാർട്ടിക്ക് നിലപാടെടുക്കുന്ന ആളുകളെയൊക്കെ CPM പുറത്താക്കാറുണ്ട്. എന്താണ് സുധാകരൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പൊതുവിലൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. സുധാകരൻ CPM-മായി സഹകരിക്കാൻ തയ്യാറാണെന്നാണോ, അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്ന് ഇനി പോകാനില്ലെന്നാണോ, എന്താണ് അദ്ദേഹം പറയുന്നത്? കോൺഗ്രസിന്റെ സഹായത്തിനൊക്കെ അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കുകയായിരുന്നു. കുറച്ച് വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചെലവ് ഏറിയ പങ്കും വഹിച്ച കോൺഗ്രസ് ആണെന്ന് പറയുന്നു. അപ്പോഴും താൻ UDF-ൽ ചേർന്നിട്ടില്ല, കോൺഗ്രസിൽ ചേർന്നില്ല, CPM-ൽ നിന്ന് രാജിവെച്ചിട്ടുമില്ല, CPM പുറത്താക്കിയിട്ടുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെയെങ്കിൽ ഇത് മറുപടി പറയേണ്ട CPM നേതൃത്വം കൂടിയാണ്. CPM-ന്റെ അംഗം CPM സംസ്ഥാന സമിതി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് വിരുദ്ധനായി മത്സരിച്ചിട്ട് എന്തുകൊണ്ട് പുറത്താക്കിയില്ല? സുധാകരൻ അവകാശപ്പെടുന്നത് ഇപ്പോഴും സുധാകരൻ CPM-ന്റെ ബ്രാഞ്ച് അംഗമാണോ എന്ന കാര്യത്തിൽ CPM വ്യക്തത വരുത്തേണ്ടി വരും. കോൺഗ്രസിന് കൂടി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ സുധാകരനും കോൺഗ്രസും ഒക്കെ ഒരുപക്ഷെ നിലപാട് വിശദീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഒരു തൂക്കുസഭ പോലും കേരളത്തിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ സീറ്റും നിർണായകമായി മാറും. അവിടെ UDF ഇതിനോടുകൂടി മത്സരിച്ച സുധാകരൻ ഈ വോട്ട് എണ്ണാൻ ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മാധ്യമങ്ങളോട് പറയുകയാണ് താൻ ഇപ്പോഴും കോൺഗ്രസിൽ ചേർന്നിട്ട് കോൺഗ്രസുകാരനല്ല, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, പാർട്ടി അംഗമാണെന്ന് പറയുമ്പോൾ അത് എന്തുദ്ദേശമാണെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ പൊതുവിലുണ്ടാകാൻ ഇടയുണ്ട്. അത് ഒരുപക്ഷെ സുധാകരനും കോൺഗ്രസും CPM ഒക്കെ ഇന്ന് തന്നെ വിഷയത്തിൽ വിശദീകരണം വന്നേക്കാം. അരുണ്, മറ്റൊന്ന്, താൻ വെറും സ്വതന്ത്രനായി നിന്നാലും ജയിച്ചേനെ എന്നുള്ള സുധാകരന്റെ ഒരു വാക്കുകൾ കൂടി പ്രത്യേകതയുണ്ട്. കാരണം കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിലും താൻ അമ്പലപ്പുഴയിൽ ജയിക്കുമെന്നുള്ള സൂചനകൾ ഈ വാക്കിൽ നമുക്ക് വായിച്ചെടുക്കാമല്ലോ, ഈ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കാമല്ലോ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല. ജയിച്ചു കഴിഞ്ഞാലും സുധാകരൻ്റെ അവകാശവാദം ഇത് തന്നെ ആയിരിക്കും. തനിക്ക് കോൺഗ്രസിൻ്റെ പിന്തുണ മാത്രമല്ല, തൻ്റെ വ്യക്തിപരമായ വോട്ടുകളാണ് തന്നെ ജയിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ സുധാകരൻ വ്യാഖ്യാനിക്കാം.
അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കറിയാവുന്ന പോലെ എന്താണ്, താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു തരത്തിലും കോൺഗ്രസിന് വഴങ്ങുന്ന ഒരാൾ കൂടിയല്ല സുധാകരൻ. തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ അവിടെ സുധാകരന് വേണ്ടി വിയർപ്പൊഴുക്കി പണിയെടുത്തു എന്നുള്ള വസ്തുതയാണ്. അവരെ കൂടി ഒരു പരിധിവരെ ഒരു ഭാഗത്ത് അദ്ദേഹം അവരെ നൽകിയ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. പക്ഷേ താൻ അല്ലെങ്കിലും ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്ന ഒരു നിലപാടായത് മാറുമെന്ന് ഉറപ്പാണ്. ഒരു കാര്യം സുധാകരൻ പറഞ്ഞത് ശരിയാണ്. ഒരു ഘട്ടത്തിലും സുധാകരൻ UDF സ്ഥാനാർത്ഥിയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചിലയിടങ്ങളിലൊക്കെ UDF സ്ഥാനാർത്ഥി നേതാക്കൾ അനൗൺസ് ചെയ്യുമ്പോൾ പോലും സുധാകരൻ അതിനെ തടഞ്ഞിരുന്നു. നമ്മൾ ചില നേതാക്കൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഓഫീസിലും സുധാകരൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പോയിട്ടില്ല. അദ്ദേഹം ഒരു സ്വതന്ത്ര ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിലയിലാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര പരിവേഷമുണ്ട്, എന്ത് നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. CPM-മായി തെറ്റി CPM-നെതിരെ മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചുവെന്ന് മാത്രം. ആ പിന്തുണ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അത് നൽകുന്ന സന്ദേശമായിരിക്കാം. താൻ ജയിച്ചു വന്നാലും കോൺഗ്രസിന് തനിക്ക് മേൽ വലിയ അവകാശമൊന്നും ഉണ്ടായിരിക്കില്ല. താൻ സ്വതന്ത്ര നിലപാടെടുക്കും. താൻ എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസ് അംഗീകരിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പായി കൂടി സുധാകരന്റെ ഇതിനെ കാണേണ്ടി വരും. സ്വാഭാവിക രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ അത്തരം ഒരു മുന്നറിയിപ്പായി കൂടി ഇതിനെ കാണേണ്ടി വരും. ഒരു തൂക്കുസഭയൊക്കെ വന്നാൽ എന്ത് നിലപാട് സുധാകരൻ സ്വീകരിക്കും? ഒരുപക്ഷെ അതൊരു വിലപേശ തന്ത്രമായി സുധാകരൻ ഉപയോഗിക്കുമോ എന്ന് കൂടി കണ്ടറിയണം, കാത്തിരുന്ന് കാണണം. അവിടെ ഒരു പ്രതീക്ഷ കോൺഗ്രസിനുള്ളത്. പിണറായി വിജയനൊക്കെ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, സലാമിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. സലാം തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും തന്റെ ജയം അവിടെ സുധാകരൻ ഉറപ്പിക്കുന്നു. അങ്ങനെ ജയിച്ചു വന്നാൽ എന്ത് നിലപാടെടുക്കും സുധാകരൻ? എങ്ങനെ കോൺഗ്രസ് നേതൃത്വം അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഒരു MLA മാത്രമായി ജി സുധാകരനെ പോലെ നേതാവ് തുടരുമോ എന്ന കാര്യം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടി വരുമോ, അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം നൽകേണ്ടി വരുമോ, അതിനുവേണ്ടി കോൺഗ്രസിനോട് സുധാകരൻ വിലപേശൽ നടത്തുമോ എന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് പോയാൽ തുല്യമോ അല്ലെങ്കിൽ അടുത്തടുത്ത വളരെ ടൈറ്റായ 2011 ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മാത്രമേ അങ്ങനെ സുധാകരൻ വിലപേശ ശേഷിയൊക്കെ ഉണ്ടാകുകയുള്ളൂ. എങ്കിൽ പോലും ചില സർവേകൾ, ചാണക്യയുടെ സർവേ അടക്കം ഒരു തൂക്കുസഭ കേരളത്തിൽ പ്രവചിക്കുമ്പോൾ സ്വാഭാവികമായും സുധാകരന്റെ ലക്ഷ്യം, സുധാകരൻ നീക്കം അതുകൂടിയാണോ? അല്ലെങ്കിൽ CPM-മായി ഇനിയും സമരസപ്പെടാൻ, താൻ ഇപ്പോഴും പാർട്ടി തന്നെ പുറത്താക്കിയിട്ടില്ല, പാർട്ടി അംഗമാണ്, താൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു പാലം കൂടി സുധാകരൻ തുറന്നിടുകയാണോ എന്ന സംശയമൊക്കെ ഉയർന്നു വരും. രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. ഒരു സീറ്റിന്റെയൊക്കെ വ്യത്യാസത്തിലാണ് ഇവിടെ ആർക്കെങ്കിലും ഭരണം കിട്ടുന്നതെങ്കിൽ അവിടെ ജി സുധാകരനെ പോലുള്ള സ്വതന്ത്രർ വളരെ നിർണായകമായി മാറും. അതുകൂടി ലക്ഷ്യമുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തിന്റെ എന്ന സംശയവും സ്വാഭാവികമായി ഉയർന്നു വരും. ഏതായാലും വരും മണിക്കൂറുകളിൽ CPM നേതൃത്വവും കോൺഗ്രസും സുധാകരനുമൊക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾക്ക് തയ്യാറായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും കോൺഗ്രസിന് അത്ര സുഖകരമല്ലാത്ത ഒരു നീക്കമാണ് ഇപ്പോൾ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതും വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ, ഒരു തൂക്കുസഭ സംസ്ഥാനത്ത് പ്രവചിക്കപ്പെടുന്ന ഒരു എക്സിറ്റ് പോളെങ്കിലും ഉള്ളപ്പോൾ, മറ്റ് എക്സിറ്റ് പോളുകളിൽ പോലും LDF-ന്റെ സാധ്യതകൾ വിദൂരമല്ല എന്ന സൂചന. 68-69 സീറ്റ് വരെ MV ഗോവിന്ദന്റെയൊക്കെ ഒരു വ്യാഖ്യാനം നമ്മൾ അതേ രീതിയിൽ ഉൾക്കൊണ്ടാൽ 68-69 സീറ്റ് വരെ LDF-ന് പ്രവചിക്കപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് 2 സീറ്റുകൾ മാത്രം മതി. അത്രയും കിട്ടിയാൽ 2 സീറ്റ് കൂടെ കിട്ടില്ലേ എന്ന ചോദ്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായാൽ അവിടെ ജി സുധാകരന്റെ നിലപാട് വളരെ പ്രധാനമായി മാറും. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ സുധാകരന്റെ ഒരു മുഴം മുന്നേയുള്ള ഈ ഏറെന്നുകൂടി അറിയേണ്ടി വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണമാണ് ജി സുധാകരൻ ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുധാകരന്റെ ആ പ്രസംഗം. അത് സംഭവിച്ചത് ഇന്നലെ EV ശ്രീധരൻ അനുസ്മരണത്തിലാണ്. ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ചോദിച്ചാണ് ഞാൻ പ്രഖ്യാപിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തളത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണ്, ജനകീയ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന പറഞ്ഞു. ഒരു പാർട്ടിയായിട്ടും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. 6 മാസം മുമ്പേ തുടങ്ങിയതാണ് ചർച്ച എന്നൊക്കെ ബഹുമാനായി പിണറായി സാഹു പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന കള്ളക്കണക്കുകളായിരിക്കില്ല. നേരായ കണക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് ചർച്ച? ഒരു ചർച്ചയുടെയും കാര്യമില്ല. മകനോടും ഭാര്യയോടും അല്ലാതെ ഞാൻ വേറെ ആരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ആലോചിച്ചിട്ടില്ല, അയലത്തുകാരോട് പോലും ആലോചിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, വെറും സ്വതന്ത്രനായാലും. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് പറഞ്ഞല്ലോ അദ്ദേഹം. ഞാൻ പിന്തുണയ്ക്ക് എഴുതി കൊടുത്തില്ല, അവരെന്നെ അടുത്ത് നിർബന്ധിച്ചില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതൊരാശ്വാസമായി. അതിന് കോൺഗ്രസ് വലിയ സഹായം ചെയ്തു. അത് നന്ദിപൂർവ്വം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർക്കറിയാം. ഞാൻ വേറൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല, എന്നെ ആരും പുറത്താക്കിയിട്ടില്ല, ഞാൻ രാജിവെച്ചിട്ടുമില്ല.
രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം, പല സർവേകളും സ്വതന്ത്രന്മാർക്ക് കേരളത്തിൽ വിജയമുണ്ടാകുമെന്ന് പ്രവചിച്ച സർവേകളുണ്ട്. അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കുമെന്ന് പല സർവേകളും പറയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.